ഗൈസ് ഞങ്ങളുടെ വണ്ടി കർണാടക പോലീസ് പിടിച്ചു, കൂളിംഗ് ഒട്ടിച്ചെന്നും പറഞ്ഞോ. കേരള ഹൈക്കോടതിയിലെ സാധാരണ റൂൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ബാധകമാണ്. ഓൾ ഓവർ ഇതായിട്ട് വരുന്നത്. ഞങ്ങൾ എന്തായാലും വണ്ടിയുടെ ചെക്കിങ്ങിനാണ് നിർത്തി അല്ലേ, നമുക്ക് നോക്കാം കേട്ടോ, എല്ലാം പറഞ്ഞോണ്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, രാവിലെ തന്നെ ആയതുകൊണ്ട് ഓവർ സ്ട്രെയിൻ എടുക്കാഞ്ഞത് കൊണ്ടുപോയാൽ ഗൈസ് നോക്കൂ, രാവിലെ ഒച്ച പാടാണ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ മൈസൂർക്ക് പോവാണ്. എന്തിനു പോകുന്നു, ഏതിന് പോകുന്നു, എങ്ങനെ പോകുന്നു അതൊന്നും ചോദിക്കരുത് കേട്ടോ, ഞങ്ങൾ പോവുകയാണ് ഗൈസ്, അതാണ് യാഥാർത്ഥ്യം. യെസ് ഗൈസ് നോക്കൂ, അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഫാരി സ്ട്രോമിലാണ് പോകുന്നത്. ഇത് ഡൈക്കോർ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഗൈസ്, ഇത് കണ്ടോ, ഈ കാണുന്നവിടെ ഡൈക്കോറും തൊട്ടപ്പുറത്ത് ഒമിനിച്ചറക്കിനും കിടപ്പുണ്ട്. ഇതേ ഒരു കുഴപ്പമില്ല കേട്ടോ, ഇവനെ ഇവിടെ ഒതുക്കി. രാവിലെ മുട്ടിഞ്ഞ തണുപ്പും ഒടുക്കത്തെ കോടയാണ്, അതിന്റെ ഈർപ്പായി കാണുന്നത്. ഏറ്റവും കൂടുതൽ കോട ഇപ്പൊ എവിടെയാണ്? നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കോടാന്ന് തോന്നുന്നത്. ഇനി മേലോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കോടയായിരിക്കും. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോടകളുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചുരം കയറാൻ നല്ല രീതിയിൽ കാണാം കേട്ടോ. അത് കണ്ടോ, വരച്ചാൽ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് ഗൈസ്. അപ്പം മൈനസ് ഗൈസ് 20, 19, 18 ചില സമയത്ത് വരാറുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ എന്നടാ ഗൈസ് നോക്കൂ, ഇത് സെവിന്റെ പെട്ടി, ഇത് ഞങ്ങളുടെ പെട്ടി, തീച്ചാന്റെ പെട്ടി എന്ത് കയറ്റിയാ വാ കൊണ്ട. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ പെട്ടികൾ ഓരോന്നായിട്ട് പിന്നെ കയറ്റുവാണ്. ഇത് പിന്നെ നമ്മൾ എവിടെ പോയാലും കുറച്ച് ടൂൾസ് ഉണ്ടാകും. ഈ ബക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മീനെ മേടിക്കാൻ വേണ്ടി പോകുമെന്ന്. അല്ല, ഇത് മൊത്തം സാധനങ്ങൾ എടുക്കാനുള്ള സാധനങ്ങളാട്ടോ. എന്നടാ രാവിലെ രണ്ടും അടി തുടങ്ങി. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് വേണ്ട മൈസൂർ ഇട്ടോ. കറക്റ്റ് ഞങ്ങളുടെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാം? 3 മണിക്കൂർ കറക്റ്റ് പറയുകയാണെങ്കിൽ 3.5 മണിക്കൂർ കേട്ടോ. 3.5 മണിക്കൂർ 132 കിലോമീറ്റർ ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈസൂർക്ക് പോകാൻ വേണ്ടി ഗൈസ് ഫൈനലി നമ്മളങ്ങനെ കേരള കർണാടക ബോർഡറിൽ എത്തിയിരിക്കുകയാണത്. ഈ കാണുന്ന RT ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇവിടെ 2 മീൻ കട ഓടിക്കുന്നത് നോക്കൂ. അതായത് പോലീസ് സ്റ്റേഷൻ, എക്സൈസ്. ഞങ്ങൾക്ക് പ്രൈവറ്റ് വണ്ടികൾക്ക് വിഷയമില്ല കേട്ടോ. അതിനാ പ്രൈവറ്റ് വണ്ടികൾ പിടിക്കാറില്ല, ടാക്സി വണ്ടികൾ പിടിക്കാറുള്ളൂ. ഇതിന്റെ സംഭവം ഇതാണ് കേരളത്തിൽ നിന്നും വിരാജിപ്പേട്ട, കോണിക്കുപ്പ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മീൻ ഇറക്കി കൊടുക്കുന്ന സ്ഥലം. ഇത് പണ്ടോട്ടേ ഉള്ള സംഭവം. കർണാടകത്തിലോട്ട് കൊണ്ടുവന്ന മീനുകളാ ഇത്. കർണാടകത്തിലേക്ക് മീൻ കൊണ്ടുവന്ന് കാണുന്നത്. ഇനി ഇപ്പൊ ഇങ്ങോട്ട് ഇത് കേരളം കഴിഞ്ഞിട്ടോ കർണാടകയുടെ അവസ്ഥകൾ. ഇത് കുറച്ച് ഭാഗത്ത് ചെറിയ കുഴികൾ, കുറച്ച് ഭാഗത്ത് ചെറിയ നല്ല റോഡുകൾ. മുഖം പോലെ ഫുൾ തല്ലിപ്പള്ളി റോഡ്, മൊത്തം കർണാടകക്കാരായിരിക്കും. ചുറ്റും മൊത്തം കർണാടകക്കാരായിരിക്കും. ഈ ഫോറസ്റ്റിലൂടെ പോവാൻ വേണ്ടി എന്ത് രസമെന്നറിയാവോ? മൊത്തം പച്ചപ്പും മൊത്തം പരിതാവും. പരിതാവും അല്ല, ഹരിതാവും. നോക്കൂ, സെബിന് ഞാൻ വണ്ടി കൈമാറി, കാരണം അതെ പിടിക്കാൻ ഇവൻ മിടുക്കനാണ്. അപ്പം ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചുരം കാണാൻ നല്ല രസമാണ്, പക്ഷെ ചുരത്തിൽ ഇങ്ങനത്തെ കുറെ അപകടം ഉണ്ട് കേട്ടോ. നോക്കിയേ, ദൈവമേ, പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഇപ്പം ചുരം കയറാൻ വേണ്ടി തുടങ്ങും. ആ ചുരം കയറുന്ന സമയം മുതൽ പിന്നെ മേൽ വരെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കും. നല്ല സേവിനെ ഓക്കെ. No Siri, please stop. Okay guys, നോക്കൂ, ഇവിടെ ഈ സിറി ഇപ്പൊ നമ്മൾ പറയുന്ന എല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്നൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതെ, എല്ലാം ചെവി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്, 2 ലോറി അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. 3 ഗൈസ് നോക്കൂ, അതായത് ഈ ഒരു റൂട്ടിന് ഒരു വീതി ഇല്ല കേട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഒരു 2 മിനിറ്റ്. ഗൈസ് നോക്കൂ, ആ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അവൻ നേരെ മൈസൂർ പോവുകയായിരുന്നു സുഹൃത്തുക്കളെ. പേരെന്നാടാ? പേര് സരൺ എന്നാണ്. സരൺ മൈസൂർ പഠിക്കണം. അപ്പം മൈസൂരിലെ കുറച്ച് ലൊക്കേഷൻസ് സരൻ്റെ അടുത്ത് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അത് പ്രകാരം ഞങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാവരും ഇറങ്ങിയിരുന്നു കേട്ടോ.
4 ലക്ഷം രൂപ വിലയുണ്ട്. എത്ര? 4 ലക്ഷം രൂപ. ഗൈസ് 4 ലക്ഷം രൂപ വിലയാട്ടോ ഈ കാണുന്ന ഡോമിനാർ. ഏതാ 7 ഏതാ? ആ അത് മനസ്സിലായി. ഉണ്ടല്ലോ ഏകദേശം ഒരു 10-40 കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകുന്നത്. എത്തുന്നുള്ളൂ അല്ലടാ? ആ സ്ഥലം എത്തുന്നല്ലേ ഉള്ളൂ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ നയാര പെട്രോൾ പമ്പിലെത്തി. ഫുൾ ടാങ്ക് ഡീസൽ. ഇവിടെ എത്രയാടാ? 4 രൂപ വ്യത്യാസമുള്ളൂ. 6 രൂപ വ്യത്യാസം. കേരളത്തിൽ എത്രയായിട്ടാ? 95. 5 രൂപ വ്യത്യാസം. 5 രൂപ വ്യത്യാസം. എത്ര? 14 രൂപ വ്യത്യാസമുണ്ട്. യെസ് ഗൈസ് നോക്കൂ, അപ്പം ഏതാണ്ട് 10-30-35-40 ലിറ്റർ കയറും. ദീപുചാന്റെ അടുത്തൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് വെച്ച് വീശി അടിക്കുക. അതെ, ദീപുചാനെ കൊടുക്കണം കേട്ടോ. ഗൈസ് നോക്കും, അപ്പം ദീപുചാനെ കാർഡ് എടുക്കുന്നു. പോടാ, പാവമുണ്ട് പറയല്ലേ ഗൈസ്. ഇവിടുന്ന് വേണം നമുക്ക് ഇങ്ങനെ മൈസൂർ പോകാൻ വേണ്ടി. ഇത് നമ്മൾ വന്ന വഴി, ഇത് നമ്മൾ പോകേണ്ട വഴി കേട്ടോ. എന്നടാ ഗൈസ്, എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ ഫ്രണ്ടി വന്നു. ഇതിപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരു വണ്ടി കേട്ടോ. ഇത് എവിടെയാണ്? വെള്ളരിക്കുണ്ട് മൈസൂർ ബസ്സാണ്. എന്ത് രസമെന്ന് പറയുന്നത് ഇതില് വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി. ഫുള്ള് പച്ചപ്പാണ്, അന്യായ പച്ചപ്പ്. നമ്മളിപ്പോ മൈസൂർ ഫോറസ്റ്റിലേക്ക് ചെന്ന്. മൈസൂർ അല്ലടാ, ഫോറസ്റ്റിന്റെ പേരെന്നാ കറക്റ്റ്? എന്നെ ചോദിച്ചേട്ടാ കേട്ടില്ല. ആനച്ചക്കൂർ. ഗൈസ് നോക്കൂ, ആ ഫോറസ്റ്റിലേക്ക് നമ്മളിപ്പോ ചെന്ന് കയറും. ഇതേ ഇവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ് ആട്ടോ. അതായത് ഫോറസ്റ്റ് നടുക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. ആ ഇവിടെ പിരിവിന് ഇരിപ്പുണ്ട് കേട്ടോ. അതുണ്ടോ? കർണാടകക്കാർ 30 രൂപ വെച്ച് മേടിക്കട്ടോ. വികസനത്തിന് വേണ്ടിയാണ്. ഇതാണ് നമ്മൾ ഉൻസൂർ എന്നൊക്കെ വരുന്ന വഴി കേട്ടോ. ബോംബെക്ക് പോകുന്നത് ആ റൂട്ടാണ് ഇത്. ഹുബ്ലി ആ റൂട്ടാണ് ഇത്. ഇത് ബാംഗ്ലൂർ മൈസൂർ റൂട്ട് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി. ഇത് ഇവിടെ ഒരു നല്ല കരിമ്പും കട. ഇവിടുന്ന് ഓരോ കരിമ്പൻ ജ്യൂസ് കുടിച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകാമല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഏകദേശം നമ്മൾ എത്തി കേട്ടോ. ഏതാണ്ട് നമ്മള് ഗൈസ് നോക്കൂ, ഏതാണ്ട് നമ്മൾ എത്താറ്. ആദ്യം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുന്നു, അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോലടിപ്പിക്കുക. ഒരു കണക്കിന് തേങ്ങ മേടിച്ച് കുടിക്കുന്നപ്പോഴത്തെ ഇതാട്ടോ ലാഭം. തേങ്ങയ്ക്ക് 50 രൂപ. കരിക്ക് അങ്ങേ സൈഡിൽ നിന്ന് സർവസോണിക്ക് മന്ദം കയറി വരുന്നു. ടാറ്റയുടെ മാർക്കപ്പോളെ 49 സീറ്റാന്നാട്ടോ എനിക്ക് തോന്നുന്നു. അല്ലടാ 40? എടാ എത്ര സീറ്റാടാ? ഗൈസ് ടാറ്റയുടെ മാർക്കപ്പോളയാന്ന് തോന്നുന്നുണ്ട് കാണുന്ന. മൈസൂരിനാട്ടോ സാധനം പോകുന്നത്. അത്യാവശ്യം ആളുണ്ടോ. ഞങ്ങൾ പോവാട്ടോ. ഇനിയുണ്ട് 52 കിലോമീറ്റർ. ഓട്ടേടാ ബൈ. ഗൈസ് ഇനി 52 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിക്കണം അല്ലേ? നീ എന്നെ പോക്കടാ പോയെ. എന്റെ ആമ്പൊക്കെ ഇങ്ങ് എത്തിയില്ലോ. എടാ ഞങ്ങളൊക്കെ ഒന്ന് മയക്കത്തിലാന്ന് വിചാരിച്ച നീ ആ ഗ്യാപ്പിൽ ഞെരുക്കുവാണോടാ. ദീചേട്ടൻ ആരെ വിളിക്കുക? ബോബനും മോളിനെയോ? നോക്കൂ, ഞങ്ങൾ നേരെ ഈ കാണുന്ന വഴി കൂടെ വേണം. ഇനിയിപ്പോ ഹൈവേ ആണ്, തീപ്പൊരു വഴിയായിരിക്കും. ഇനി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന കോളിഫ്ലവർ ആട്ടോ കാണുന്നത്. ക്യാബേജ് ഗൈസ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ക്യാബേജ് കാണുന്നത്. എന്റെ പൊന്നെ. ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്ത് നിർത്തി. ഇവിടെ ബിരിയാണി ചോറ് ഹോട്ടൽ റാസ ഇവിടുന്ന് കഴിക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വാഹനം ഇവിടെ നിർത്തി കേട്ടോ. നല്ല ഫുഡ് ആയിരിക്കും അല്ലടാ? റാസ, അത് തന്നെ ഞാൻ പറഞ്ഞ റാസ, ഹോട്ടൽ റാസ. നമ്മൾ ടേബിളിൽ എത്തിയിരിക്കുന്നു. 3 ബിരിയാണി, 1 ചോറ്. ബീറ്റോണ്ട് ബിരിയാണിയാണ്. ചോറ് സോറി, 2 ചോറ് 2 ബിരിയാണി. എടുത്തോളൂ. നല്ല 4 ഗ്ലാസ് കിട്ടി. ഞെരിക്കാൻ സമയം കേട്ടോ. പായസം കിട്ടി കേട്ടോ. പേരെന്നാടാ? ശാരദ. കണ്ണൂരുകാരനാണ്. ഇത് അച്ചാറ് വന്നു, പായസം ആണോ? ഗൈസ് ഞങ്ങളുടെ ഗൈസ് സത്യം കേട്ടോ, നല്ല മധുരമുള്ള പായസം തോന്നുന്നു. മുട്ടയുള്ള ബിരിയാണിയാ? അത് താല്പര്യം ഉണ്ടല്ലോ. ഞാനും സെബിനൊക്കെ ഒരുമിച്ച് മുട്ട ഇട്ടുകൊണ്ടിരുന്നു. മുട്ടയോട് അന്ന് പോലെ ഞങ്ങൾക്ക് ഒരു താല്പര്യം കുറവല്ലടാ. ഗൈസ് ഫൈനലി ചോറ് എത്തി. ചോറിനടുത്ത് എന്തൊക്കെയോ കറികളുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സെറ്റപ്പ് ചോറായിരുന്നു തോന്നുന്നു കേട്ടോ ബിരിയാണിയിൽ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു. നമ്മളങ്ങനെ മീനാക്ഷിപുരയിലേക്ക് പോവുകയാണ്. ബ്ലാക്ക് ബാട്ടർ കിട്ടില്ല, വിചാരിച്ചത്ര അങ്ങോട്ട് സെറ്റപ്പ് കിട്ടിയില്ല കേട്ടോ. ഗൈസ് നോക്കൂ, അപ്പൊ നമ്മൾ ബ്ലാക്ക് ബാട്ടേഴ്സ് കാണാൻ വേണ്ടി പോകണം മീനാക്ഷിപുരത്തിലെ. ഞങ്ങൾ പോകുന്ന വഴിക്കേണ്ട ഒരു കാഴ്ച കേട്ടോ. മുത്താറി ആൾക്കാർ ലെവലാക്കുന്ന കേട്ടോ. കണ്ടോ ചേച്ചിമാരൊക്കെ റെഡിയാക്കി നോക്കിയേ. റോട്ടിലാട്ടോ. പബ്ലിക് റോഡാണ്. ആ റോഡിലിട്ടാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. ഇതേപോലെ നമുക്ക് വണ്ടി കയറാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ നമുക്ക് വേണം കയറ്റാം കേട്ടോ. ഇതേപോലെ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ കൂടെ കയറ്റാൻ വേണ്ടി വെച്ചേക്കുന്നത്. ലിപിൻ വന്നപ്പം സീറ്റല്ല ചാരി. ഇപ്പം വന്ന് ദീപിച്ചന്റെ തോളത്തായി. ലിപിൻ ചിരിച്ചുറങ്ങും കേട്ടോ. എനിക്കെനിക്ക് എങ്ങനെ തോന്നിയ വെറുതെ ചിരിച്ചോണ്ട് എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെയും പിരിവോ? എന്തിന്റെ കാര്യം? എത്രയാണോടാ? എത്രയാ? ഒരു വണ്ടിക്ക് 50 രൂപ കൊടുക്കടാ. ഒരു വണ്ടിക്ക് 50 രൂപ കേട്ടോ. ചീട്ട് കാണിച്ചാ സൈന. ഗൈസ്, ഒരു വണ്ടിക്ക് എൻട്രി ഫീസ് ആയിരിക്കും. അവിടെ കർണാടക ഗവൺമെന്റിന്റെ ആയിരിക്കും. കർണാടകയുടെ ഉൾപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതേപോലെ പല രീതിയിൽ. ഇത് മറ്റേ രോമം എടുത്താടാ. ഗൈസ് നോക്കി, ചെറിയ ചെറിയ ആടുകള്. ചെമ്പരിയാടാട്ടോ. ഇത്ര ചൂടത്തും ചെമ്പരിയാട് വളരുമോ? അതിനാ ഗൈസ്, ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. ഈ കാണുന്നതാണ് ബ്ലാക്ക് വാട്ടർ കേട്ടോ. ഇതേ ഇവിടെ ഞങ്ങളുടെ ടാറ്റ സഫാരി നിർത്തി. ഗൈസ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ചേച്ചിമാർ കോലമൊക്കെ വരച്ച്. ഇവിടെ പിലോപ്പിയാണോ? എല്ലാം പിലോപ്പിയും ഞണ്ടും. പിലോപ്പിയും ഞണ്ടും ഉള്ളു. ഇത് രണ്ടും ഉള്ളു കേട്ടോ. ഇവിടെ ചേച്ചിമാരെ ഫിഷ് വറുത്ത് കൊടുക്കും. ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഇതേപോലത്തെ സോറി ഗൈസ് നോക്കുന്നുണ്ട്. ഇതേപോലത്തെ ഗൈസ് ഇത് കണ്ടോ. ഇതേപോലത്തെ സാധനം വെച്ചിട്ട് വറക്കലും പരിപാടിയൊക്കെയാണ്. നമുക്ക് തൊട്ടപ്പുറം പോയി നോക്കാം വെറൈറ്റി മീനും എല്ലാം ഉണ്ടെന്ന്. ഗൈസ് ഈ സ്ഥലം വെച്ച് കഴിഞ്ഞാലേ വളരെ ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ബ്ലാക്ക് വാട്ടർ ആടാ. ബ്ലാക്ക് വാട്ടർ ആട്ടോ. അതായത് ബ്ലാക്ക് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാക്ക് വാട്ടർ. എടാ നമ്മുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ പഠിച്ച നീയാ. 2 വാക്ക് ഇതിനെ കുറിച്ച്. ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന വെള്ളം. അടിപൊളി. എങ്ങനെയുണ്ട്? ആ കാര്യം ഞാൻ പറഞ്ഞേ. ഗൈസ് ഇതേ ഇവിടെ 2 ചേച്ചിമാരുണ്ട്. ഇവിടെ അടുപ്പൊക്കെ കൂട്ടുണ്ട്. ഇവിടെ എന്തോ ഇവിടെ കിട്ടൂടാ. ഇതെല്ലാം പുഴയാന്നേ. 80 ഇത് 100. അത് അവർക്ക് നമ്മളെ ഇവരെ പിന്നെ കന്നഡ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതാണ് ഒരു വലിയ വിഷയം കേട്ടോ. കന്നഡയിലാ പറയുന്നത്. അപ്പൊ ഇവര് 50, 20, 40. യെസ് ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചു. ഒരെണ്ണം ഇതും എനിക്ക് ഞണ്ട് കേട്ടോ. ഞാൻ ഞണ്ട് ഉറപ്പിച്ചു. എനിക്ക് ഞണ്ട് എങ്ങനെ വേണ്ട? ഞൊണ്ടി വരുന്ന വേണം. ഏതായാലും കുഴപ്പമില്ല. ഇതൊന്ന് ഗൈസ് ഇതിന് മുന്നേ ഞങ്ങൾ ചെറിയ ഡീലിങ്സ് നടത്തിയതാണ്. പുള്ളിക്കാരി അത് വീഡിയോയിൽ വിളിച്ചു പറഞ്ഞു. സുഹൃത്തുക്കളെ എത്ര രൂപയാടാ? ഒരു പ്ലേറ്റ് ഓക്കെ 70. ഗൈസ് ഇതപ്പോ എണ്ണ ഒഴിച്ചിപ്പം വറുത്തരുത്. എന്ത് ഓയില? സൺഫ്ലവർ ഓയിലാ? സൺപ്യൂർ. ഗൈസ് നോക്കിട്ടുണ്ട്. ഏതാ? ബംഗസാ? അത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഗൈസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പയ്യൻ, അവൻ കാർട്ടൂൺ എന്തോ പരിപാടി കാണായിരുന്നു. ഇതെവിടെ ഇരിക്കുന്നവൻ. അവന്റെ വീഡിയോ ഞാൻ ഓഫ് ആക്കിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അവന് കലി കയറിയിട്ട് നിക്കത്തില്ല കേട്ടോ. അല്ലേ? ഏതാ ഈ കള്ള കിട്ടിയെന്ന് ഗൈസ് നോക്കൂ. അത് മൈക്കിളൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ. ഓഫായി കഴിഞ്ഞാൽ അവനൊക്കെ നമ്മളെ എണ്ണ വരപ്പിക്കും. ഈ കാണുന്ന ഇവിടുന്ന് ഇങ്ങനെ അറ്റം വരെ ഇതിങ്ങനെ കിടക്കട്ടെ. പക്ഷെ കുറെ എല്ലാവരും നശിപ്പിച്ചു കേട്ടോ. ഫുള്ള് വേസ്റ്റാ. ഫുള്ള് ഈ കണ്ടമാനം ആൾക്കാർ വന്നിട്ട് അവിടെ എല്ലാം വലിച്ചെറിഞ്ഞിട്ടേക്കുക. ഗൈസ് ഇതെന്നാ മത്തിയാ? മത്തി പിലോപ്പി അല്ല പിലോപ്പി നമ്മുടെ തോട്ടിന്ന് കാണിച്ചിരുന്നില്ലേ ഇങ്ങോട്ടുള്ള സാധനം? എന്നാ പറഞ്ഞ ജിലേബി. നമ്മുടെ കേരളയിലെ പിലോപ്പി. നമ്മുടെ മീൻ റെഡി ആവുകയാണ്. അതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് മീൻ തന്നത് എന്നാ ചോദിച്ചോട്ടാ? എന്തോ കുഞ്ഞിച്ചാളന്ന് അങ്ങനെ കേട്ടോ പറഞ്ഞു ഇതിന്റെ പേര്. ഞങ്ങക്ക് സാമ്പിൾ വന്നോട്ടോ. ആണോ? ഗൈസ് നോക്കൂ, ഇത് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഇതൊരു വേറെ രീതിയിലുള്ള വറക്കല. ഗൈസ് ഇവര് ഈ കാണുന്ന ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാണ് നമുക്ക് വറുത്ത് തരുന്നത് അല്ലേ? ഡാമിൽ നിന്നല്ലേ? ഗൈസ് നോക്കൂ, ഈ പുള്ളി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഈ കാണുന്ന ഡാമിൽ നിന്ന് പിടിക്കുന്ന സാധനമാണ്. ഇപ്പം ഞണ്ടും ഈ കാണുന്ന പിലോപ്പിയും നന്നായിട്ട് വറുത്ത് തരും. അതൊരു ഞെരിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റൈറ്റ് ഗൈസ്? നല്ല എരിവും എരിവുണ്ടല്ലേ? നല്ല എരിവുണ്ട്. ഒരു പ്രത്യേകതരം മസാല അതിൻ്റെ മേൽ ഇവര് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വറുത്ത് റെഡി ആയി കഴിയുമ്പം അതും കൂടി ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. എന്തോ ഊരുടെ പേരെന്നാ? മീനാക്ഷിപുരം ഡാം, ബ്ലാക്ക് വാട്ടർ. മീനാക്ഷിപുരം ഇന്ത ഇടം. ഇത് പിലോപ്പി. പിന്നെ അടുത്തൊരു പ്ലേറ്റിൽ ഞണ്ട് തരും കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വെച്ച് തരും. അവിടെ നമുക്കിരുന്ന് കഴിക്കാം. പ്ലേറ്റ് ഉണ്ട് കേട്ടോ. എവിടെ വെക്കും? അവിടെ വെക്കാം അല്ലേ? അന്ത വെക്കുവാ ഗൈസ്. ആ ഒരു വശത്തിരുന്ന് കഴിക്കാന്നാട്ടോ പറഞ്ഞത്. ഞാനിരുന്നു. வாங்கடா தம்பி, இங்க வாங்க, இங்க இருங்க, இங்க போடுங்க அம்மா. நல்ல சூப்பரா ருச்சிக்கலாம். അമ്പ ഓ ഞണ്ട്
കൊഞ്ച് രുസിയാണ് ടേസ്റ്റ്. നല്ല മീൻ എന്നാന്ന് നിനക്കറിയാവോ? പിലോപ്പിയാണോ? പിലോപ്പി. ഗൈസ് അതല്ല അതുണ്ട്. ഗൈസ് കുഴപ്പമില്ല. ഞണ്ടെന്ന് പറഞ്ഞാൽ ഞണ്ടിൻ്റെ ഇതാ കഴിക്കുന്നത്. മട്ടാണോടാ? മട്ട്. അയ്യോ ഇപ്പടി തീർക്കതാ ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ വേറൊരു സാധനം മേടിച്ചേട്ടാ. അതാണ് എനിക്കൊന്നും നാട്ടിലെ കോലാനാണ്. എനിക്കങ്ങനെ തോന്നുന്നത്. തീർത്തു. ഭയങ്കര പൈസ കുറവ്, 100 രൂപ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടൂല. അല്ലോ കിട്ടും. ഫൈനലി ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. നേരെ വണ്ടി എടുക്കുന്നു. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. വളരെ വെറൈറ്റി പിടിച്ചൊരു സ്ഥലം വൃന്ദാവനം നൈറ്റ് പോയിട്ടില്ല കാര്യമുള്ളൂ. പക്ഷെ നൈറ്റ് പോകണ്ടേ? നൈറ്റ് നമുക്ക് പാലസി പോവാം, ടിപ്പു സുൽത്താന്റെ. അതായിരിക്കും നല്ല. ഏറ്റവും നല്ല സ്ഥലമുണ്ട്. 1300 ഹോട്ടല്. ഗൈസ് നമ്മൾ ഹോട്ടലെടുത്ത് വെച്ചോ കേട്ടോ മൈസൂര്. നമുക്കാകെ 2 ബാഗല്ലേ ഉള്ളൂ. ഗൈസ് ഫൈനലി ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇനി ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ പോയി മൈസൂർ എടുക്കും കേട്ടോ. ഗിവ് താക്കോൽ ബേബി. യാ ഗൈസ്, ഇവിടെ ഒരു കിഡിലുള്ള സാധനമുണ്ട്. ഇത് എന്താണ് എന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതേടാ, കട്ടിലാണോ? ഇതന്നെ ഇത് എനിക്ക് അങ്ങനെ ഫോട്ടോജനിക് ആയിട്ടുള്ള എന്തോ സംഭവമാണ് സെബിനെ. നോക്കൂ, നമ്മളങ്ങനെ നേരെ വൃന്ദാവനം കാണാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പം വൃന്ദാവനത്തെ കാഴ്ചയാണ് നിങ്ങൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. ഇത് ഈ കാണുന്ന വഴിയാട്ടോ. വലിയ ടാറിങ് സംഭവങ്ങളൊന്നുമില്ല, മണ്ണിട്ട വഴിയാണ്. നാടൻ വഴി. അങ്ങോട്ട് ടാറല്ലേ. ഇതാണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഓട് പിടിയടാ. ഇതാണ് ഡൊമസ്റ്റിക് സാധനം. ഫാസ്റ്റാഗ് ഉണ്ടോ? എത്രയാ ഇതിന്? 100? 50. വൃന്ദാവനം പാർക്കിങ്ങാ? അങ്ങനെ പറ. നമ്മള് വിഷയം പറ. 100 രൂപ കാശില്ല ഗൈസ്. വെറുതെ ഇപ്പൊ ഞങ്ങള് പിന്നെ തോട്ട് ചെയ്യാനാട്ടോ. 50 രൂപ ടോളിനും 50 രൂപ പാർക്കിംഗ് ആണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതാണ് സ്ഥലം. 100 രൂപ കൊടുക്കുക. 100 രൂപ ഗൂഗിൾ പേ ഉണ്ടെന്ന് ചേച്ചി? ജിപേ ഇല്ലയാ? കൊടുക്ക. താങ്ക് യു ഗൈസ്. അപ്പോൾ ഫൈനലി ഞങ്ങൾ അങ്ങനെ വൃന്ദാവനത്തിലെത്തി. ഈ കാണുന്ന ഇവിടുന്ന് തൊട്ടടുത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയാക്കണം. നേരെ ഞങ്ങൾ വൃന്ദാവനത്തിൽ കയറാൻ വേണ്ടി പോവാണ്. എടാ ജിബിനെ, ഏതാണ്ട് എന്റെ വിശ്വാസം ശരിയാണ്, ഞാനൊരു 10 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. ലിപി ആദ്യമായിട്ട് വരുന്നത്. സെബിനോ വന്നിട്ടുണ്ട്? ദീപിച്ചോ? ഗൈസ് നോക്കൂ, ഇറ്റ് ഈസ് ബിഗ് ആൾ. ഇഷ്ടംപോലെ രാജസ്ഥാനികളുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കേണ്ടി വന്നതാണ്. ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പൈസ എടുത്തിട്ട് തിരിച്ചു വന്നു. അല്ലേ ദീപിച്ചേട്ടാ? അതെന്നാ അങ്ങനെ? ഞാൻ ആദ്യമായിട്ടാണ്. ഇത് ഇഷ്ടംപോലെ രാജസ്ഥാനികളാട്ടോ. എനിക്ക് ഈ കാണുന്നതാണ് ടിക്കറ്റ്. ബാ സെബി, ടിക്കറ്റ് കിട്ടി. സെബിനെ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് പൈസ ഒക്കെ വളരെ കുറവാട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഞാൻ പണ്ട് വന്ന ഓർമ്മ എനിക്കുള്ളൂ. ഇവിടെ ബഗ്ഗിയുണ്ട്. ഞങ്ങള് അങ്ങ് നമ്മള് കസാക്കിസ്ഥാന്റെ എല്ലാം പറഞ്ഞു. എവിടെയോ പോയപ്പോ ഞങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അപ്പൊ ഇതിന് എത്ര പൈസ എന്നുള്ളത് ഞങ്ങൾ ഒന്ന് ആരായിട്ട് എന്നാലും ലാഭമല്ല. ഇവനെ മൊത്തം കാണാം. അണ്ണാ കിടന്ന് ഉറക്കം കേട്ടോ. നിങ്ങളെല്ലാം പറഞ്ഞു 100 രൂപയ്ക്ക് ഒരാൾക്ക് 100 രൂപ ഉള്ളൂ, 2 കിലോമീറ്റർ ചുറ്റിക്കും. എൻ്റെ പൊന്നു സുഹൃത്തെ, 8 പേരില്ലാതെ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നടക്കണ്ട, ഞങ്ങൾ നടന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. നമ്മള് കസാക്കിസ്ഥാനിൽ 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 2 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്റർ. ലിബിൻ ആദ്യമായി അങ്ങനെ വൃന്ദാവനം കാണുക. വൃന്ദാവനത്തിൽ എന്താണ് ഉള്ളത്? വൃന്ദാവനത്തിലുള്ളത് ഈ കാണുന്ന ഈ അതിമനോഹരമായ പൂത്തോട്ടങ്ങൾ അല്ലേ ദീപിച്ചേട്ടാ? അങ്ങനെയല്ലേ ഗൈസ്? രാത്രിയായിട്ട് ശരിക്കും വരണ്ട. ഇവിടെ കുറേ സംഭവം കാണാനുണ്ട്. ലൈറ്റ് വർക്കും പിന്നെ അതേപോലെ തന്നെ പൊങ്ങിച്ചാടുന്ന വെള്ളം, അതുപോലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലിബിന് വൃന്ദാവനം. ഇവിടെ ഇങ്ങനെ നടക്കാം. രാത്രി ആകുമ്പോണ്ടല്ലോ ഈ കാണുന്ന വെള്ളം എല്ലാം പല പല ലൈറ്റിൽ കത്തി മിന്നി നിൽക്കും. ഇപ്പൊ ഇതിന്റെ എല്ലാം ഡൗൺ ആക്കിയിട്ടൊക്കെ രാത്രി ഠും ഠും എന്നൊക്കെ പറഞ്ഞ് പൊട്ടും. പക്ഷെ നമ്മൾ കസാക്കിസ്ഥാനിൽ പൊട്ടുന്നുണ്ടോ? അതോ അതിന്റെ അപ്പുറം അവിടെ വാട്ടർ ഷോ. പമ്പ സെറ്റപ്പ് രാത്രിയില്. ഇത്രയും പേര് പോകുന്ന സ്ഥലം കേട്ടോ. നോക്കിയേ എന്തൊരു മണ്ടത്തരം കാണിച്ചേക്കണം നോക്കി. ഇത് കണ്ടോ, ഇത് നോക്കിയേ ഹെവി ലൈനുകളായി കിടക്കുന്നത്. ഇത്രയും വൃത്തികെട്ട പരിപാടി. ഞങ്ങളാണ് ഏറ്റവും വലിയ വിവരദോഷികൾ. ഞങ്ങളെക്കാളും വലിയ വിവരദോഷികൾ അവിടെ കുഞ്ഞു പിള്ളേരെല്ലാം ചവിട്ടി കഴിഞ്ഞാൽ വെള്ളം കൂടി ചവിട്ടി കഴിഞ്ഞാലേ
പടവും ഇവിടെ എല്ലാം പ്രശ്നമാട്ടോ. ഇത് കണ്ടോ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? ഇവിടുത്തെ അവസ്ഥ ഏകദേശം അതേപോലെ തന്നെ കേട്ടോ. അതെന്നാ ചോദിച്ചേട്ടാ. ഗൈസ് ഫൈനലി ഞങ്ങളങ്ങനെ വൃന്ദാവനത്തിൻ്റെ തൊട്ടടുത്തെത്തി. ലിവിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ലിവിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ ലിവിനെ? അതെ, പിന്നെ സൂര്യൻ ഉച്ചയിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗി. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കിടക്കോട്ടെ വൃന്ദാവനം. നിങ്ങളിപ്പോൾ നോക്കാൻ നേരത്തെ ഒരു ഫീലിംഗ് തോന്നാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ പച്ചപ്പ് പൊതഞ്ഞ് കിടക്കുന്ന ഒരു അതിമനോഹരമായ വൃന്ദാവനമാണ്. ഇത് നോക്കിയേ, ഇവിടുന്ന് തുടങ്ങിയ ഈ വെള്ളം ഇങ്ങനെ തട്ടായിട്ട് ഇതുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് ആ ഒരു ഇതിലേക്ക് പോവാ കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ സെറ്റപ്പ്. ഇതൊക്കെ രാത്രിയാകുമ്പോൾ ഫുള്ള് കളർ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ അവിടെയൊക്കെ പൊങ്ങി ചാടി സെറ്റപ്പ് സംഭവമായിരിക്കും കേട്ടോ. നമുക്ക് ഇതിലേ ഇറങ്ങിപ്പോവാ സെബി, ഇതിലേ പോവാം. ഐസ് നല്ല രസമായിരിക്കും കേട്ടോ. പണ്ട് വന്നു കേട്ടോ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങൾ ഈ ഇവിടെ വന്ന്, ഞാനും അപ്പനൊക്കെയാണ് ഇവിടെ വന്നത്. ഈ കാണുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു ഭാഗത്തെത്തി കേട്ടോ. നോർത്ത് ഇന്ത്യൻസ്, ഇവര് മധ്യപ്രദേശുകാരാന്ന് പറഞ്ഞു, അല്ല മഹാരാഷ്ട്രക്കാര്. ഗൈസ് ഇത് കണ്ടോ, ഇവരൊക്കെ ഇവിടെ വളരെ ഇത് കണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ടോ. ഇവിടെ 2-3 സ്ഥലത്ത് കേട്ടോ ഈ വെള്ളം ചീറ്റുന്ന സംവിധാനം. എല്ലാ സാധനങ്ങളും തുരുമ്പെടുത്തു. പിന്നെ എന്തിനാണോ അവർ കയറിയതും പൈസ മേടിക്കുന്നത്? അത് ഇത് റെഡിയാക്കാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മേടിച്ചോണ്ടിരിക്ക, റെഡിയാക്കാൻ പറ്റിയില്ല. സെപ്റ്റിക് ആകും കേട്ടോ. ശരിയാ, ഇതുണ്ടോ ഇതൊക്കെ നോക്കിയേ. ഓ സത്യം, ഗൈസ് എല്ലാം തുരുമ്പിച്ച് പോയി. ഇതേ ഇവിടെയൊക്കെ നോക്കിയേ, അവിടുന്നാണ് വന്നേ, അവിടുന്ന് നമ്മൾ ഇവിടെ എത്തി. ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ ഒരു നടുമുറ്റം പോലെ വേണം നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടുന്ന് നടന്നു പോയാലാണ് നമുക്ക് ആ ഒരു ലേസർ ഷോ ഒക്കെ നടക്കുന്ന സ്ഥലം കാണാൻ പറ്റുക. അതും ഇതേപോലെ തന്നെ എന്നാ പറയുക എല്ലാ സെറ്റപ്പും ഉണ്ട്. ഗൈസ് ഇവിടെ ഒരു പിന്നെ വിഗ്രഹം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വിഗ്രഹവും കാര്യങ്ങളും. ആ വെള്ളം ഇവിടെ കേട്ടോ ഫൈനലി വന്നെത്തുന്നത്. ആ വെള്ളം ഇവിടെ വന്നെത്തുന്നു. ഇവിടെ നായയുടെ മേളിൽ കൂടി ഇങ്ങനെ വെള്ളം ചീറ്റുന്നു. ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തിയെന്ന് തോന്നുന്നു. ഇതുകൊണ്ടോ വളരെ പഴക്കം ചെന്ന ഒരു ബോട്ട്. ഇതിൽ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അല്ലേ? സത്യമല്ല, ഭയങ്കര പരിതാപകരം അല്ലേ? എല്ലാം സൂക്ഷിച്ച് പക്ഷെ മൊത്തം നശിച്ചു പോയി കേട്ടെ. മെയിൻ്റെനൻസ് ഇല്ല. നമ്മൾ വിദേശ രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണിത്. നമ്മുടെ എന്ത് സംഭവം പണിതാലും അതിന് മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. ഇത് നോക്കി, ലൈറ്റൊക്കെ നോക്കിക്കടാ. ഈ ലൈറ്റിലൊക്കെ എന്നാ ഗൈസ്, ഇതൊക്കെ സത്യം പറഞ്ഞ ഗവൺമെന്റ് ഒക്കെ ഇതിന് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. സത്യം, ഗവൺമെന്റ് ശരിക്കും ഇവർക്ക് മാസം ഇവിടെ ശമ്പളം കൊടുത്ത ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തുന്ന ആൾക്കാർ പണിയെടുക്കാതെ മാനേജർമാർ കറങ്ങാൻ പോയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥിതി ഉണ്ടാകുന്നത്. യെസ്, കറക്റ്റ് കേട്ടോ. നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പല കാര്യത്തിലും. കാരണം ഇതിനൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കാനും എല്ലാ സമയം അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് മെയിൻ സംഭവം. അതിനുള്ള ആൾക്കാരുണ്ട്. ഒരു റോഡ് തന്നെ ഇപ്പം നമ്മളെല്ലാം ഇപ്പം നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയും, പക്ഷെ ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പാസ്സാക്കി കൊടുക്കണേല് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വേണം അത് പാസ്സാക്കി കൊടുക്കുക. അത് മാത്രമല്ല, ഒരു റോഡിൽ കൂടെ പോകാൻ പറ്റിയ ടെന്നേജ് ഉണ്ട് വാഹനങ്ങൾക്ക്. അത് കൂടുതൽ ടെന്നേജ് വരുമ്പോൾ ആ റോഡ് പൊളിഞ്ഞു. നമ്മളൊക്കെ ലോങ് റൂട്ടിലൊക്കെ പോകുന്ന നേരത്ത് എല്ലാ രാജ്യത്തുള്ള ഒരു വിഷയമാണ് അത്. ഇന്ത്യ മാത്രമൊന്നുമല്ല. സാധാ പഞ്ചായത്ത് റോഡിലൊക്കെ 25-30 ടണ്ണുള്ള ലോറി പോയി കഴിഞ്ഞാല് എന്തായാലും റോഡ് ഇരുന്ന് പോകും. ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നോക്കാനുള്ള CCTV ആ. CCTVയുടെ മൂലത്തിലേക്ക് നോക്കിയത് നോക്കി. അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കും. എങ്ങോട്ട്? ഇവിടെ വരുന്നവരെ സൂക്ഷിക്കണം. ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സത്യം കേട്ടോ. ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്നാ സംഭവം തരാം, ഒരാൾക്ക് എന്തെങ്കിലും വരുന്നോടം വരെ നോക്കി നിൽക്കും, വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെയ്യും. അതെ അല്ലേ? അതാണ് കറക്റ്റ്. ഈ കാണുന്ന പുള്ളിക്ക് മീനെ കിട്ടി, 2 പേർക്ക് മീനെ കിട്ടി. ചെമ്പല്ലിയാണോ? അത് പിലോപ്പി. ഐസ് പുള്ളിക്കാരൻ പോക്കോണും ഈ സാധനം വിചാരിച്ചോ പിടിച്ചേട്ടോ. ഏതാ ഇങ്ങോട്ട് വേണ്ട മറിക്കണ്ട, അത് ഞാൻ താഴെ പോയി എന്റെ കാശ് കൊടുക്കേണ്ടി വരും. ലോക്ക് ചെയ്ത് വെച്ചേക്കൂടാ. സൗണ്ട് ഉണ്ടാക്കുന്നു സെബിനെ, ഈ സൗണ്ട് ഉണ്ടാക്കുന്നടാ. മുഷി അമ്പോ അസാമാന്യ സാധനം. ഇവിടെയും കുറെ കിട്ടിയിട്ടുണ്ട്. ഹിയർ ഫിഷിംഗ് പെർമിഷൻ, നോ പ്രോബ്ലം. ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളുടെ വണ്ടി ഒരു ചേട്ടനെ കഴുകാൻ ഏൽപ്പിച്ചായിരുന്നു. ഇത് ആ കാണുന്ന ചേട്ടൻ, ആ ചേട്ടൻ അത് കഴുകി വെട്ടിപ്പാക്കി സെറ്റപ്പാക്കി തന്നേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ഗാർഡൻ കണ്ട് ഇറങ്ങി. നമ്മൾ അടുത്ത ടിപ്പുവിന്റെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഗൈസ് നോക്കൂ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ വന്ന് എന്നോട് ചോദിച്ചു 200 രൂപയുള്ളൂ മോനെ, വണ്ടി കഴുകി നല്ല സെറ്റപ്പ് ആക്കി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചേട്ടൻ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നേക്കാളും നല്ല രീതിയിൽ പുള്ളിക്കാരൻ കഴുകി വൃത്തിയാക്കി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ മൈസൂർ പാലസിന്റെ അടുത്തെത്തി.
നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ നേരെ പാലസിലേക്ക് കയറാൻ വേണ്ടി പോകട്ടോ. എല്ലാം വില പേശി ലാസ്റ്റ് 250 രൂപയ്ക്ക് മേടിച്ചാട്ടോ. 250 രൂപ കുഴപ്പമില്ല ലിപി. ഇതിന്റെ മുമ്പ് ഞങ്ങള് വേറെ എന്ത് സാധനം മേടിച്ചാൽ എത്ര 50 രൂപ അല്ലേ ഗൈസ്? ഇതിന്റെ പൈസ കൊടുക്കട്ടെ കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ മൈസൂർ പാലസ് എത്തി. യെസ്, നമുക്ക് കൊച്ചിന് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം. ഗൈസ് നോക്കൂ, ഞങ്ങളടുത്ത് ഈ കൗണ്ടറിൽ കാശ് കൊടുക്കണം കേട്ടോ. അപ്പോൾ കാശ് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളടുത്ത് കാശില്ല, ഗൂഗിൾ പേ ആയിരുന്നു. അപ്പോൾ ചേട്ടന് ഞങ്ങൾ ഗൂഗിൾ പേ പൈസ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ പൈസ വാങ്ങിച്ചു. ഫൈനലി ഞങ്ങളങ്ങനെ മൈസൂർ പാലസിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. വാവ്, 1897 തുടങ്ങി 1912 കഴിഞ്ഞു. ഓണർ ആരാ? അന്നത്തെ രാജാക്കന്മാരുടെ ഓണറോ. ഇതിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ വിദ്യാഭ്യാസം ഏത് നിലയിലാണ് നമ്മുടെ നിലവാരം എന്നുള്ളത്. ഇവരെ കൊണ്ട് എംബസി പോയ ഞാന് അനുഭവിച്ച സർ ഐ ആം പ്യുവർ ഇംഗ്ലീഷ്, മൈ ഇംഗ്ലീഷ് വെരി പുവർ, പ്ലീസ് ലിസൺ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി തട്ടി. അതാ പറഞ്ഞു ഈ സ്കൂളിൽ പഠിച്ചിങ്ങനെ കസാക്കിസ്ഥാനിൽ സ്കൂളിൽ പഠിച്ചിങ്ങനെ എഴുത്തും പഠിച്ചത് പഠിച്ചില്ല, വായി കൊണ്ട് പഠിക്കണൂടാ. ഇപ്പൊ ഞാൻ ഇതിന് ഹിസ്റ്ററി നോക്കി. പിള്ളേര് ബ്ലോഗറാട്ടോ. ఈ ఫోర్ట్ అయితే కట్టించారు. సో ఈసారి రాయితో కట్టించారు. డ్యామేజ్ అయితే అవ్వలేదు. బ్లోగరా? కర్ణాటక మలయాళం బ్లోగర్. హాయ్ హాయ్, నైస్ టు మీట్ యు. వాట్ ఇస్ యువర్ నేమ్? ఉదయ్ తెలుగు ట్రావెలర్. మై ఛానల్ పేరు మేరా నామ్ ఉదయ్. మహారాజు. గైస్ వాడియార్ రాజవంశలడా? വാടിയാർ ആ രാജാവിന്റെ അല്ലേ? ഓ ഗായ്സ്, വേറെ കാര്യമുണ്ട്. ഇവരെല്ലാവർക്കും ടിപ്പു സുൽത്താന്റെ കൊട്ടാരം കാണിച്ചു തരാന്ന് പറഞ്ഞു എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എഴുത്തും വായന സ്ഥലം മാറിപ്പോ. എവിടെ എനിക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെന്നറിയോ? എനിക്ക് ഇവിടെ വരാൻ നേരത്ത് കോയില് കണ്ടില്ലേ? ആ കോയില് വരാൻ നേരത്ത് ടിപ്പു സുൽത്താൻ അല്ല. അങ്ങനെ എന്നിട്ട് വേറെ ചേട്ടനോട് ചോദിച്ചപ്പോ വേറെ ആളുടെ ഗായ്സ് ആ പ്രതിമ കാണിച്ചിട്ട് പറഞ്ഞു ഇത് കണ്ടോ ടിപ്പു സുൽത്താൻ, ഇത് ടിപ്പു സുൽത്താൻ തന്നെ. ലിവിൻ പറയാ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും നീ എല്ലാരും പറഞ്ഞു നമ്മൾ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാൻ പോകുന്നതാ. ടിപ്പു സുൽത്താൻ അല്ല, എന്നിട്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ പറയാണ് ഗൈസ് നോക്കൂ എന്ത് വലിയ കോട്ടയാണ്. ലിവിൻ പറയാ സുൽത്താന്റെ കോട്ടയായിരുന്നു. ദൈവാനുഗ്രഹം. ഒരാളോട് ഈ ബ്ലോഗറിനെ നമ്മൾ പിടിച്ച അതിന് വേണ്ടിട്ടോ, അവനാ പറഞ്ഞു തന്നെ. അപ്പം നമ്മൾ ഫൈനലി കൊട്ടാരത്തിനുള്ളിൽ കയറാം കേട്ടോ. ഇതാണെന്ന് പണ്ട് മൈസൂർ പാലസ്. ഗൈസ്, ഈ നമ്മുടെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. അതിനെല്ലാം ഏകോപിപ്പിച്ചാണ് ഇന്ത്യ എന്ന് പറഞ്ഞ അഖണ്ഡ ഭാരതം ഉണ്ടായത് കേട്ടോ. അഖണ്ഡ ഭാരതം ഉണ്ടാകുന്നതിന് നമ്മുടെ കേരളത്തിന് തന്നെ ഉണ്ട്. തിരുവനന്തപുരം കൊട്ടാരമില്ലേ, കൗടിയാർ കൊട്ടാരത്തിലാണ് പുള്ളിക്കാരനായ രാജാവ്. അല്ല, വേറെ കേസുണ്ട്. അവസാനമായിട്ട് പിടിച്ചെടുത്താണ് ഹൈദരാബാദ്. ഇവിടെയൊക്കെ സ്കൂൾ ടൂർ വന്ന പിള്ളേർ ഫോട്ടോയും മറ്റു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, മാഷുമാരും. യെസ് ഗൈസ്, നമ്മളുണ്ടല്ലോ ഇതുണ്ടോ, ഇതിന്റെ ഒരു എൻട്രിയാണ്, മെയിൻ എൻട്രി. അതൊരു എൻട്രിയാണ്. പിന്നെ ഇതിന്റെ അത് 2 ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതും ഒരു ടെമ്പിളാണ്. അത് അവിടെ ആണോ? ആ ഗൈസ്, ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഫുൾ ഇത് ഞാൻ പണ്ട് കയറിയത് മൊത്തം കണ്ട കേട്ടോ. അന്ന് ഗ്ലാസ് ആയിരുന്നു ആലോചിച്ച് നോക്കണം കേട്ടോ. അതിന് മേളൊക്കെ ഗ്ലാസ് ആയിരുന്നു. കേരളത്തിൽ ഒട്ടനെ വരാൻ പോകുന്ന ട്രെൻഡ് കേട്ടോ, സ്ലീപ്പർ ബസ്സുകളുള്ള ടൂറിസം. നോർത്ത് ഇന്ത്യയിൽ പമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ടൂർ വന്നാക്കുന്ന വണ്ടികളായി കാണുന്നത്. ഇത് ഫുള്ള് സ്ലീപ്പർ ആട്ടോ. അതോ ഫുൾ സ്ലീപ്പറാണ്. ഇതുണ്ടോ എടാ സെബിന, ഇതാകുമ്പോ കിടന്ന് സഞ്ചരിക്കാം. വലിയ റൂം എടുക്കണ്ട, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. മനസ്സിലായോ? എല്ലാവരും ഫ്രഷ് അപ്പ് മാത്രം മതി. ഉടൻ തന്നെ നമ്മുടെ ഡിഫൻഡറിന്റെ 4 വണ്ടി ഇറങ്ങുന്നതാണ്. അതോടെ വീടും വിറ്റ് ഗൈസ്, ഇതൊട്ടന്നെ കേരളത്തിൽ വരുന്നൊരു രീതിയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കേട്ടോ. ഞങ്ങളുടെ വണ്ടി കർണാടക പോലീസ് പിടിച്ചു, കൂളിംഗ് ഒട്ടിച്ചെന്നും പറഞ്ഞു കേട്ടോ. കേരള ഹൈക്കോടതിയിലെ സാധാരണ റൂൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ബാധകമാണ്. ഓളോർ ഇതായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും വണ്ടിയുടെ ചെക്കിങ്ങിന് നിർത്തി അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ, എല്ലാം പറഞ്ഞോണ്ടിരിക്കും. ഗൈസ്, ഈ കാണുന്നത് കർണാടക സർക്കാരിന്റെ ഫൈൻ കിട്ടിയതാണ്. മൈസൂരാണ് നമ്മളുള്ളത്. ഇപ്പം മൈസൂർ വന്ന് റൗണ്ട് വന്നപ്പോഴത്തേക്ക് കിട്ടി. അതായത് നമ്മുടെ കേരള വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചാണ്. നമുക്ക് ഹൈക്കോർട്ട് ഓർഡർ ഉണ്ട് കൂളിംഗ് ഫിലിം ഒട്ടിക്കണം. നമുക്കല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും ഉണ്ട് റൂള്. അതായത് കേരളത്തിൽ നമുക്ക് ഫിലിമും കാര്യങ്ങളും ഒട്ടിക്കുന്നതിന് കുഴപ്പമില്ല. ഇത്ര ശതമാനത്തിന്റെ
താഴെ ഉണ്ടേല് ഞങ്ങൾ ആ റൂളും കാര്യങ്ങളൊക്കെ കർണാടക പോലീസുകാരെ കാണിച്ചു കൊടുത്തു. ഒരു കാര്യമില്ല. അപ്പം പറഞ്ഞെന്ന് വെച്ചാൽ ആ റൂള് വേറെ ഈ റൂള് വേറെ. അത് കർണാടക ഹൈക്കോടതിയിലെ റൂള് മാത്രമേ അവർക്കുള്ളൂ. കേരള ഹൈക്കോടതിയുടെ റൂൾ അവർക്ക് ബാധകമല്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഈ സാധനം അടച്ചു 500 രൂപ കൊടുത്തു. അവർക്ക് പൈസ മതി, സ്കാൻ ചെയ്യുക. അവര് പിന്നെ ഇതേപോലെ കർണാടക ലിസ്റ്റ് സാധനം തരും. ഇത് ഇന്നത്തെ ദിവസം മൊത്തം സൂക്ഷിക്കണം. ഫൈൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നാളെ കിട്ടി അതും മേടിക്കണം. അപ്പൊ കർണാടക വരുന്നവര് ഇതേപോലെ എല്ലാ ദിവസവും അടിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. പറപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ല, പൈസ കൊടുക്കുക പോവുക അല്ലേ. ഇവിടെ ഇഷാനെ വരയ്ക്കുന്നു, അവരുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നു. എന്താ അല്ലേ നിങ്ങൾ നേരെ അവരെ പിടിച്ചാണോ? ഞങ്ങൾ ഇവിടെ കിടന്ന് പൂര ഒച്ചപ്പാടുന്നുണ്ട്. പക്ഷെ നമ്മളോട് ഒരു മയപ്പെട്ടു 500 അടിച്ചിട്ട് പൊക്കളാൻ പറഞ്ഞു. ലൊക്കേഷൻ എന്തിയാ കുട്ടാ? ഫൈനലി ഞങ്ങൾ വന്നിറങ്ങി, ഞങ്ങളുടെ വണ്ടി ഇവിടെ ഒതുക്കി. ഇതാണ് ഹോട്ടൽ കേട്ടോ. വളരെ ലാഭകരമായ ഒരു ഡീലായിരുന്നു. 1700 1400 4 പേർക്ക് ഇതിൻ്റെ അകത്ത് റൂം കിട്ടി കേട്ടോ. AC ആണോ നോൺ AC ആണോ അറിയില്ല, പൂട്ടിയില്ല ചേട്ടേ. നമുക്ക് നോക്കിയിട്ട് വരാം, എന്നിട്ട് സാധനം എടുത്തിട്ട് വരാം. ആണോ? AC ആണോ നോൺ AC ആണോ നോക്കട്ടെ കേട്ടോ. ഹെൽപ്പ് ഡെസ്ക് മിസ്റ്റർ സെബിൻ കസാരയിൽ ഇരിപ്പുണ്ട്. കിടിലൻ റൂം എന്ന് വെച്ചാൽ കിടിലൻ റൂം. 1800 രൂപ കിട്ടിയതാട്ടോ. ബാത്റൂം, കിടക്കുന്ന സ്ഥലം. ആദ്യം ബുക്ക് ചെയ്ത് മാറിപ്പോയി അല്ലേ? ആദ്യം ബുക്ക് ചെയ്ത് 1300 ആയിരുന്നു. അത് നോൺ AC. കിട്ടില്ല റൂം, AC യിലൊന്നേ ഉള്ളൂ. ഇതിന് AC ഉണ്ട്, ഇച്ചിരി കൺജസ്റ്റഡ് ആണെന്നേ ഉള്ളൂ. 1800. 3 4 പേർക്ക് കിടക്കാം. ഇവിടെയൊക്കെ എങ്ങനെയാ കേട്ടോ, കിടക്കണേ കിടന്നു. മറ്റങ്ങനെയല്ലോ, എക്സ്ട്രാ ബെട്ട്, തേങ്ങ, മാങ്ങ കൊല അല്ലേ റസീവിന്? അല്ലേ ഗൈസ് നോക്കൂ. അപ്പൊ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലെത്തി. നാളെ ഒരു അതിമനോഹര കാഴ്ചയായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.